ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഇങ്ങനെ കാണിക്കുന്നത് ഗീതുവിൻ്റെ വിലാസിനി അമ്മയുടെ അടുത്ത് നിൽക്കുന്നതാണ്. ഇങ്ങനെ വിലാസിനി ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ. അപ്പോൾ വിലാസിനെ കയറി കാണാൻ ഡോക്ടർ ഗീതുവിനോട് പറഞ്ഞു. അപ്പം ഗീതു ഇങ്ങനെ അവിടെ ചെന്ന് വിളിക്കുകയാണ്. അമ്മയെന്ന് വിളിക്കുമ്പോൾ വിലാസിനി കണ്ണൊന്നും തുറക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ ഇനി വിളിക്കാൻ പറയും. അങ്ങനെ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പം വിളിച്ചിട്ട് കണ്ണ് തുറക്കാതാവുമ്പോഴത്തേക്കും ഗീതുവിന് ഭയങ്കര വിഷമമാവുകയാണ്. അപ്പോൾ ഡോക്ടർ പിന്നെ വിളിക്കാൻ പറയുകയാണ്. അങ്ങനെ വിളിക്കാൻ പറഞ്ഞിട്ട് കണ്ണ് തുറക്കാൻ ഇങ്ങനെ വിളിക്കും കേട്ടോ. വിളിക്കുമ്പോഴത്തേക്കും വിലാസിനി കണ്ണ് തുറക്കുമ്പോഴത്തേക്കും ഗീതുവിന് ഭയങ്കര സന്തോഷമാകും കേട്ടോ. അപ്പോഴത്തേക്കും ഗീതു വേഗം അമ്മയെന്നും വിളിച്ച് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെ എന്തൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഗീതു പറയും, അമ്മ സംസാരിക്കേണ്ട, റെസ്റ്റ് എടുത്തോ എന്ന് പറയും. ഡോക്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഈ ജീവിതം തിരിച്ചു കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്നൊക്കെ ഇങ്ങനെ വിലാസിനി പറയുകയാണ്. അപ്പോൾ അമ്മ ഇപ്പോൾ സംസാരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഗീതു പറയുമ്പോൾ പറയും, ഡോക്ടർ പറയും കുറച്ച് സംസാരിച്ചിട്ട് കുഴപ്പമില്ലയെന്ന് പറയും. പക്ഷേ ഇങ്ങനെ വിലാസിനി പിന്നെ അങ്ങനെ സംസാരിക്കാൻ അങ്ങ് പയ്യെ മയങ്ങി പോകുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം ഗീതു പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പം ഭദ്രൻ ഫോൺ വിളിക്കുന്നുണ്ട്. അത് എനിക്ക് അത്യാവശ്യമായിട്ട് 10 ലക്ഷം രൂപ വേണം എന്നും പറഞ്ഞ് ഓരോരുത്തരെ വിളിച്ചിങ്ങനെ പൈസയൊക്കെ ചോദിക്കും. എനിക്കിപ്പോൾ തന്നെ നിങ്ങൾ പൈസ ഇട്ടേക്കാതെ മോളുടെ കയ്യിലുണ്ടായിരുന്നു, അതെന്ത് പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോൾ പറ്റിയില്ല, അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ തരാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാവരെയും വിളിച്ച് ഈ ഭദ്രൻ പൈസയൊക്കെ മേടിക്കുവാണ്. എല്ലാവരുടെയും അടുത്ത് ഈ ചികിത്സയുടെ പേര് പറഞ്ഞ് അങ്ങനെ ആ പൈസയുടെ കാര്യം അവരുടെ അടുത്ത് വന്ന് ഇപ്പം തന്നെ ഇട്ടേക്കെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഗീതുവിനെ കാണുമ്പോൾ ഗീതു ചെന്നേച്ച് ഭദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നത്, എന്തിനാ ഈ അമ്മയുടെ പേരും പറഞ്ഞ് ഇങ്ങനെ പൈസ പിരിക്കാൻ നടക്കുമല്ലേ, ഗോവിന്ദന് ഞങ്ങൾക്കും എല്ലാം നാണക്കേട് വരുത്താൻ വേണ്ടിയാണോ എന്ന് ചോദിക്കും. പിന്നെ എനിക്ക് പൈസയുടെ ആവശ്യമില്ല മോളെ, അതിനപ്പോൾ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നടക്കുമോ എന്ന് ചോദിക്കുന്നു. ഇതെന്തിനാ ഇങ്ങനെ എല്ലാവരോടും വായ്പ ചോദിക്കുന്നതൊക്കെ ഇങ്ങനെ കടം ചോദിക്കുന്നത്, എന്നിട്ട് ഞാൻ തിരിച്ചു കൊടുക്കുമെന്ന് പറയും. തിരിച്ചൊന്നും കൊടുക്കത്തില്ല, അതിന് മുന്നും കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇനി കൊടുക്കില്ല എന്നുള്ള കാര്യം ഗീതുവിന് ഇങ്ങനെ അറിയാം. അതിന് ശേഷം പറഞ്ഞു, ഇനി ഇങ്ങനെ പൈസ ഒന്നും ചോദിക്കരുതെന്ന് പറയുമ്പോൾ എനിക്ക് പൈസയുടെ ആവശ്യത്തിനാണ്, നിങ്ങൾ എനിക്കൊരു 19 ലക്ഷം രൂപ ഇങ്ങോട്ട് താ, അപ്പോൾ പിന്നെ ഞാൻ ആരുടെ അടുത്തും ചോദിക്കാൻ പോകത്തില്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അയാൾ ഭദ്രൻ ഫുഡ് കഴിക്കാനായിട്ട് പോകുകയെന്നും പറഞ്ഞ് അങ്ങ് പോകുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ഗീതു ഇങ്ങനെ അവിടെ നിൽക്കട്ടെ. അപ്പം ഗീതു കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് രഞ്ജുവിൻ്റെ കോൾ വരിക്കും. അപ്പോൾ രഞ്ജു രേഖയും കൂടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ചോദിക്കുക എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ പറയും, അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറയാം. രേഖയും ചോദിക്കുന്നത് എങ്ങനെയുണ്ട് മോളെ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഇല്ല അമ്മയ്ക്ക് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ രേഖയോട് പറയാം. അപ്പോൾ പറയും ഇപ്പോഴാണ് സമാധാനമായിരിക്കുമ്പോൾ ചോദിക്കും ഗോവിന്ദേട്ടൻ എന്തെന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദേട്ടൻ ആ റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, ആകെ ടെൻഷനായിട്ട്, നീ ഇല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയും, അതൊന്നും ആയിരിക്കില്ല എന്ന് പറയും. അതേന്ന് നീ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇപ്പം തന്നെ അങ്ങോട്ട് വരും, വല്ല തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, അതുകൊണ്ട് ഗോവിന്ദേട്ടൻ ഇവിടുന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ല എന്ന് പറയും. ആണോ, ഗോവിന്ദേട്ടൻ അങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിന്നെ കാണാത്തതുകൊണ്ട് ഒരു ഇതായിട്ട് നടക്കുമോ, ബുദ്ധിമുട്ടാണ് ഗോവിന്ദേട്ടനെന്ന് പറയും, ഇപ്പം തന്നെ അങ്ങോട്ട് വരുമെന്ന് പറയും. എന്നാൽ പിന്നെ അവിടുത്തെ ആ വീഡിയോയും ഫോട്ടോയൊക്കെ ഞാനെടുത്ത് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് രഞ്ജു അവരൊക്കെ കൂടെ അയച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി, ഇപ്പം തന്നെ എനിക്ക് നിങ്ങൾ അവിടുത്തെ വീഡിയോ ഇങ്ങോട്ട് അയക്കുമെന്ന് ഗീതു പറയാം കേട്ടോ. അപ്പം ഗീതു ഇങ്ങനെ ആലോചിക്കുകയാണ്, ഗോവിന്ദേട്ടൻ വന്നു കഴിയുമ്പോൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നതും തട്ടുകടയിൽ നിന്ന് പോയി ഭക്ഷണം കഴിക്കാം, എന്നിട്ട് രണ്ടുപേർ കൂടി ഇങ്ങനെ നടക്കാം, വിജനമായൊരു സ്ഥലത്തൂടെ അവരിങ്ങനെ നടക്കുന്നതൊക്കെയാണ് ഇങ്ങനെ ഗീതു ആലോചിക്കുക കേട്ടോ. എന്നിട്ട് അവർ രണ്ടുപേരും ഗോവിന്ദൻ്റെ റൂമിൽ ചെല്ലുവാണ്. ഗോവിന്ദൻ്റെ റൂമിൽ ചെന്നിട്ട് റൂം ഇങ്ങനെ രഞ്ജു വീഡിയോ എടുക്കാനായിട്ട് ക്യാമറയൊക്കെ ഓണാക്കി ഇങ്ങനെ റൂം തുറന്ന് അങ്ങ് നോക്കുക കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ഗോവിന്ദനെ കാണുന്നില്ല. അപ്പോൾ പറയും, ഗോവിന്ദനെ ഇത്ര വേഗം ഇവിടുന്ന് പോയോ, ഗീതുവിൻ്റെ അടുത്തേക്ക് പോയോ? അപ്പോൾ പറയും, ആരോടും പറയാതെ പോയി, എല്ലാവരോടും പറഞ്ഞിട്ടൊക്കെ പോയെന്നാണോ അല്ലേ, മോശമല്ലേ, അങ്ങനെ ഗീതുവിൻ്റെ അടുത്ത് ഇപ്പോൾ പോയി എന്ന് ഓർക്കുമ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പറയാതെ പൊങ്ങി കാണുമെന്ന് പറയും. അപ്പോഴത്തേക്കും നോക്കുവാണ് അയ്യപ്പേട്ടൻ്റെ അടുത്തിരുന്ന് മദ്യപാനമാണ് അയ്യപ്പേട്ടനും ഗോവിന്ദും കൂടെ. അപ്പോഴത്തേക്കും ഇന്ന് ഗീതു ഇല്ലാത്തതിൻ്റെ ആഘോഷമാണെന്ന് തോന്നുന്നു. അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലോ, ഞാൻ എന്താണെങ്കിലും ഗീതുവിൻ്റെ ഒപ്പമാണെന്ന് പറഞ്ഞിട്ട് രഞ്ജു പറയുന്നുണ്ട്, നമുക്കേ ഗോവിന്ദേട്ടൻ്റെ അടുത്തൊന്ന് ചെല്ലണം, ഗോവിന്ദേട്ടൻ എന്തേ കാണിക്കുന്നു, ഗീതു ഇല്ലാത്തതിൻ്റെ ആഘോഷം നടത്തുന്നതാണോ എന്ന് നമുക്കറിയണം. അപ്പോൾ അവർ നോക്കുമ്പോൾ ഭയങ്കര, അപ്പോൾ ഗീതു ഇല്ലാത്തതിൻ്റെ വിഷമത്തിലായിരിക്കും അങ്ങനെയൊക്കെ കഴിക്കണേ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ഗീതു ആണെങ്കിൽ ആലോചിക്കണം, ഗോവിന്ദേട്ടൻ വരുമ്പോൾ എന്താണെങ്കിലും ഗോവിന്ദേട്ടനെയും കൂട്ടി ഇങ്ങനെ വഴിയിലും ഇങ്ങനെ നടക്കാൻ പോകണം, ഇങ്ങനെ വിജനമായ ഒരു സ്ഥലത്തൂടെ നടക്കണം, ഞങ്ങൾ രണ്ടുപേരുടെ മനസ്സൊരുന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഗീതു ഗോവിന്ദനും ഇങ്ങനെ ഉമ്മ വയ്ക്കാനായിട്ട് തുടങ്ങുന്നതൊക്കെയാണ്, ഇങ്ങനെ ഉമ്മ വയ്ക്കാനൊക്കെ തുടങ്ങുന്ന ഒരു സീനാണ്, ഗീതു ഇങ്ങനെ നിന്ന് ആലോചിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. അപ്പം ബാക്കി കഥയുമായി നാളെ കാണാം.